ആഹാരം കഴിക്കുന്നവൻ എങ്ങനെയായിരിക്കണം? അങ്ങനെയല്ല. കൃഷി ചെയ്യാത്ത ആരും ആഹാരം കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സാധനം കൃഷി ചെയ്യാത്ത ആരും എന്ത് ചെയ്യാൻ പാടില്ല? ആഹാരം കഴിക്കും. ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. സംസ്ഥാനത്ത് താമസിക്കുന്ന നമ്മുടെ എല്ലാ നാട്ടുകാർക്കും അനേകമായ നമസ്കാരം. ജലന്ധർ, പഗ്വാര, ചണ്ഡീഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഈ മരുന്ന് വാങ്ങി. നിർഭാഗ്യവശാൽ ആ സ്ഥലത്തൊന്നും തന്നെ എന്തില്ല, ഈ ഷുഗറിന് കുത്തിവെക്കാതെ മരുന്ന്. എന്താ കാര്യം? പഞ്ചാബില് ഏറ്റവും കൂടുതൽ ഷുഗറുള്ള പഞ്ചസാര കഴിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് എന്തില്ല, ഷുഗർ ഇല്ല. നാളായിട്ട് പ്രതീക്ഷിച്ചതാണ് കൃഷിയുടെ ഒരു ക്ലാസ് വെക്കണമെന്നുള്ളത്. ഈ സന്തോഷകരമായ സാഹചര്യത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ആനന്ദനഗർ പ്രസിഡന്റ് ശ്രീ വിജയകുമാർ സാറിന് വേദിയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് ഞങ്ങൾ 2-3 പ്രാവശ്യം മെസ്സേജ് ഇട്ടു ആനന്ദനഗറിൽ കൃഷിയെക്കുറിച്ചൊരു ക്ലാസ്. കൃഷിയുടെ ക്ലാസ് ഞങ്ങൾ ചിങ്ങ 1-നൊക്കെ നേമത്ത് ഓഫീസിലൊക്കെ പോയപ്പോൾ കണ്ട് വളരെ സന്തോഷമുണ്ട്. ഇവിടെ നിറമങ്കരയ്ക്ക് റിവറിനപ്പുറത്ത് വിനായനഗറിനൊക്കെ ആൾക്കാർ വന്ന കൃഷി, അതിൻ്റെ സമ്മാനങ്ങൾ വാങ്ങിക്കുന്ന കൃഷി വളരെ വിപുലമായിട്ട് നടക്കുന്ന ഫംഗ്ഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പറഞ്ഞപ്പോൾ നമുക്കും അതിന് വളരെ താല്പര്യമുണ്ട് എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ ക്ലാസ് സാറിനോട് പറഞ്ഞു, സാറ് വരാമെന്ന് പറഞ്ഞതാണ്. 1-2 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ നടന്നില്ല. അപ്പോൾ പുലി വരുന്നതെന്നുള്ള പോലെ ആയിപ്പോയി. 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കും ഒരു ഇത്. ഇപ്പോൾ ശരിക്കും ഒരു പുലിയാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. സാറിൻ്റെ ക്ലാസ്സും ആ സേവനങ്ങളും ആൾക്കാരോട് പറയുന്നതെല്ലാം ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ ക്ലാസ് വേണം അവരെടുത്ത് പറയുന്നു സാർ. സൺഡേ, സാറ്റർഡേ, ഹോളിഡേ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾക്ക് താല്പര്യം മാത്രം ഉണ്ടായാൽ മതി. ഞാൻ അവിടെ വന്ന് ക്ലാസ് എടുത്തു തരാം. എന്ത് നിർദ്ദേശങ്ങൾ വേണമെങ്കിലും തരാം. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സാറ്. നമുക്കത് ക്ലാസ് എടുക്കാൻ സ്ഥലമില്ല, അതാണ് ഞങ്ങളുടെ പ്രശ്നം. അപ്പോൾ ആ രീതിയിലുള്ള പച്ചക്കറി കൃഷികളും മറ്റു കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തരും. വിത്ത്, വളം, മറ്റു കാര്യങ്ങളൊക്കെ വളരെ ആനുകൂല്യമായിട്ട് നിയമ കൃഷി ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് വളരെ പ്രയോജനകരമായ ഒരു ക്ലാസ്സാണ്. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തോന്നും കൃഷി നമുക്ക് ചെയ്യണം. കഴിഞ്ഞ നമ്മൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ തന്നെ അറിയാം, നമ്മൾ തന്നെ കൃഷി ചെയ്ത് അതുപോലെ മുട്ടയും നമ്മൾ തന്നെ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് അതിൽ നിന്ന് അന്ന് മനസ്സിലായായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ തുടക്കമായിട്ട് നമുക്കിത് തുടങ്ങാം. സാറ് കുടപ്പനക്കുന്നിലെ കൃഷി ഓഫീസറായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ നിന്ന് മാറിപ്പോയെങ്കിലും അവിടെ വളരെ വിപുലമായിട്ട് കൃഷി ഇപ്പോഴും നടക്കുന്നു. അവിടെ പോയി എവിടെ നിന്നൊന്നുമില്ല, സാർ എവിടെ നിന്ന് അഡ്വൈസ് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം സാറിനെ കുറിച്ച് പറയുന്നതെല്ലാം സാറ് അറിയാതെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് നല്ലൊരു കൃഷി ഓഫീസറാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. സാറിന് ഈ വേദിയിലെ ആനന്ദ റെസിഡൻസിൻ്റെ അസോസിയേഷൻ്റെ പേര് നമ്മൾ ഓരോരുത്തരുടെ പേര് സാർ. നമുക്കിങ്ങനെ ക്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ കാര്യമായിട്ട് എടുത്തതിൻ്റെ ഒരിതാണ്. അവിടുന്ന് ഒരു ടീം തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കുറച്ച് മുമ്പ് വിയറ്റ്നാം വാലി പ്ലാവ് ജംഗ്ഷനിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അത്ര സീരിയസ് ആയിട്ട് എടുത്ത് നമുക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് കൃഷി ഓഫീസിൽ നിന്ന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ കൗൺസിലർ ഇവിടെ എത്താൻ നേരിട്ടിട്ടുണ്ട്. നമ്മളെ ഇപ്പം മീറ്റിങ്ങൊക്കെ നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ അടുത്ത സമയമായതുകൊണ്ടാണ് ഉടനെ തന്നെ ഇവിടെ എത്തും. നമ്മളെ ഓരോരുത്തരുടെ കാര്യങ്ങളും നിറമങ്കര ഹരി എന്നാണ് പുള്ളിയുടെ പേര്. നിറമങ്കരയിൽ അങ്ങറ്റം പോലെ ഇങ്ങനത്തെ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെപ്പോൾ വിളിച്ചാലും, പ്രത്യേകിച്ച് കാപ്പനംകോട് വാർഡ് കൗൺസിലാണെങ്കിലും നമ്മുടെ എന്ത് കാര്യത്തിനും നമ്മുടെ കാര്യം പറയാതെ തന്നെ ഓരോ പ്രശ്നങ്ങളും സാധിക്കും ഹരിക്ക് അറിയാം. അതുകൊണ്ട് ഇവിടെ ഈ മീറ്റിംഗ് ഉണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേരും. കൗൺസിലറിനെ നമ്മുടെ രീതിയിലേക്ക് സ്വാഗതം. ഈ ആനന്ദനഗർ റെസിഡൻസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, വനിതാവേദി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഈ വേദിയിൽ ഈ ക്ലാസ്, അതാണ് നമുക്ക് പ്രധാനം, എല്ലാവരെയും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്തിരിക്കുന്നു. സമയം വന്നിട്ട് സാറ് ക്ലാസ് എടുക്കുക. ഇന്നത്തെ ഓഫീസ് ടൈം കഴിഞ്ഞ് നേരെ വന്നിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ക്ലാസ് കേൾക്കുക, അത് പ്രയോജനപ്പെടുത്തുക. അസോസിയേഷൻ ഭാരവാഹികൾ, പ്രിയപ്പെട്ട നാട്ടുകാരും ഓഫീസിലെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, വിഷയം കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? കൃഷി ചെയ്യുന്ന ഒരാളുണ്ട്. വേറെ ആരെങ്കിലും? എന്തോ ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 ആളുണ്ട്. പിന്നെ കൃഷി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. പിന്നെ എന്തോ
ഫെയിലായ ആളുണ്ട്, അത് മൂന്നാമത്തെ തരമാണ്. പിന്നെ ആളുകളുണ്ട്, കൃഷി ചെയ്യുന്ന ആളുകൾ, ചെയ്യാത്ത ആളുകൾ, ഫെയിലായ ആളുകൾ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഫെയിലിംഗ് എന്തുകൊണ്ട് ഫെയിലായി അല്ലേ? അപ്പം അതാണ് നമുക്ക് ചെയ്തു തുടങ്ങിയ ആൾക്കാർ പലപ്പോഴും കൃഷി നിർത്തിപ്പോകുന്നതിന് പ്രധാന കാരണം ഇതാണ്. കൊണ്ടുവയ്ക്കും, എന്തോ വരുന്നു, അതെങ്ങനെയായി പോകും? നശിച്ചു. അതാണ് അതിന്റെ പ്രധാന കാരണം. നടക്കാത്തതിന് കാരണവും അതാണ്. അപ്പം നമ്മൾ വിചാരിക്കുക എന്താണ്? 50 രൂപ കൊടുത്താൽ 1 കിറ്റ് പച്ചക്കറി കിട്ടും. പച്ചക്കറി വാങ്ങിയാൽ ഓരനുണ്ടാക്കാം, അവിയലുണ്ടാക്കാം, സാമ്പാർ ഉണ്ടാക്കാം, ഒരു രസം ഉണ്ടാക്കാം, ഒപ്പം എന്തുണ്ടാക്കാം? ആശുപത്രിയിലേക്കുള്ള വഴിയും തുറക്കാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ സ്ഥലമില്ല. തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണെന്ത്? സ്ഥലപരിമിതി എന്നുള്ളത്. പക്ഷെ ഈ സ്ഥലപരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കൃഷിഭവൻ ലക്ഷ്യമിടുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആരും നിങ്ങളോട് പറയുന്നില്ല. അങ്ങനത്തെ വലിയ കാര്യം നമ്മൾ ചെയ്യേണ്ടതായി ഇല്ല എന്നുള്ളത്. പക്ഷെ നമുക്കറിയേണ്ടത്, നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, എന്തെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒന്ന് നമ്മൾ ഞങ്ങൾ ഇപ്രാവശ്യം മുതൽ പച്ചക്കറി കൃഷിക്ക് വലിയൊരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ പച്ചക്കറി കൃഷി കൂടുതൽ വ്യാപകമായ തരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു മെസ്സേജ് കുറെ കാലമായി ഞാൻ കൊടുക്കുന്നത്. എന്തുകൊണ്ട് പച്ചക്കറി കൃഷി ചെയ്യണമെന്നൊന്നും ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തിന് പച്ചക്കറി കഴിക്കണമെന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഉണ്ടോ? അതൊക്കെ ഞങ്ങൾ തുടക്കകാലത്ത് അങ്ങനെയൊക്കെ പറയുന്നത്, ഇന്ന കാരണം കൊണ്ട് പച്ചക്കറി കഴിക്കണം, പച്ചക്കറി കഴിച്ചില്ലേ വലിയ കുഴപ്പമുണ്ടെന്നൊക്കെ പറയും. ഇപ്പം അങ്ങനെയൊന്നും ഞങ്ങൾ പറയാറില്ല. ഇത്തരത്തിൽ എന്തുകൊണ്ട് ഫെയിലായ ആളുകൾക്ക് പുതുതായി തുടങ്ങാൻ, ചെയ്യാത്ത ആളുകൾക്ക് പുതുതായി ചെയ്യാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിനെ വിപുലപ്പെടുത്തുക, ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നതാണ് ഇന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നമ്മുടെ കൃഷി വകുപ്പും അതുകൊണ്ട് തന്നെ കൃഷിഭവനുകളും മുന്നോട്ട് വരുന്നത് എന്ന് അറിയുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് റെസിഡൻസ് അസോസിയേഷനുകളെ ഒരു യൂണിറ്റായി എടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ മുൻകാലങ്ങളിൽ ഞങ്ങൾ ഒന്നുകിൽ കൃഷിഭവനിൽ വെച്ചിട്ട് ഈ ആനുകൂല്യം മേടിച്ചിരുന്നു. നമുക്കറിയാം, സ്വാഭാവികമായി കൃഷിഭവനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ അറിയുന്ന ആളുകൾക്ക് കിട്ടും എന്നുള്ള തരത്തിലേക്ക് ഞങ്ങൾ അതിനൊന്ന് വാർഡുകളിലേക്ക് ആക്കിയപ്പോഴത്തേക്ക് ചെറിയ യൂണിറ്റുകളായി മാറി. അപ്പോഴാണ് ഞങ്ങളടുത്ത് ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ അപെക്സ് ബോഡിയുടെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോഴാണ് പറഞ്ഞത്, അത് പോരാ, കുറേ കൂടെ താഴത്തെ യൂണിറ്റാണ് റെസിഡൻസ് അസോസിയേഷനുകൾ, വളരെ ചെറിയൊരു ക്ലോസായ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പുകളിലേക്ക് ചെന്നാൽ കുറേ കൂടെ ജനങ്ങൾക്ക് ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എവിടേക്ക് വന്നത്? നിങ്ങൾ അങ്ങോട്ട് വരുന്നതിന് പകരം ഞങ്ങൾ എങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്? നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി. ഒരു കർഷകന്, അവർ കൃഷി ചെയ്യുന്നവരിലെ കർഷകൻ എന്നാണ് പറയുന്നത് അല്ലേ? ആഹാരം കഴിക്കുന്നവൻ എങ്ങനെയായിരിക്കണം? അങ്ങനെയല്ല, കൃഷി ചെയ്യാത്ത ആരും ആഹാരം കഴിക്കാൻ പാടില്ല. എന്തെങ്കിലും കൃഷി ചെയ്യാത്ത ആരും എന്ത് ചെയ്യാൻ പാടില്ല? ആഹാരം കഴിക്കണം. നമ്മൾ എത്ര ദൂരത്ത് നിന്ന് ആഹാരം നമ്മളിലേക്ക് എത്തുന്നുവോ അതിനനുസരിച്ച് എന്തും കൂടും? അതില് വിഷാംശവും കൂടും അല്ലേ? എത്ര അടുത്ത് നിന്ന് നമുക്ക് ആഹാരം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ലഭ്യമാകുമ്പോൾ അതിനനുസരിച്ച് എന്തും കൂടും? ആരോഗ്യവും കൂടും. എന്നുവെച്ചാൽ നമുക്കറിയാം, ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളുണ്ട് അല്ലേ? എളുപ്പത്തിൽ കിട്ടാൻ ഇന്ന് ഇൻസ്റ്റാമാർട്ട് ഉണ്ട് അല്ലേ? അതുപോലെ ധാരാളം മാർക്കറ്റുകളുണ്ട്. 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. അല്ലെങ്കിൽ സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എത്രയോ ആശുപത്രികൾ കിടക്കകളില്ലാത്ത അവസ്ഥയിലേക്കും ഇന്ന് കേരളം എത്തിയിട്ടുണ്ട് നിങ്ങൾ അല്ലേ? രീതിയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ വേണ്ടി ആരാണ് തയ്യാറായി നിൽക്കുന്നത്? ആരാണ്? ആശുപത്രികളാണ്. ഇതോടൊപ്പം തന്നെ ഇൻഷുറൻസ് ഏജൻസികളോ നമ്മളെ പിടിച്ചു പറിക്കുക. ഇൻഷുറൻസ് ഏജൻസി അവർ നമ്മളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിച്ച് നിർത്താനെന്ന് വ്യാജേന 25,000 30,000 വെച്ച് നമ്മളെ ഓരോ വർഷവും നമ്മളെ പൈസ വാങ്ങിക്കും. ആശുപത്രിയിൽ പോയി കിടന്നോളാൻ പറയും. ഏതെങ്കിലും ജീവിതത്തിൽ ഇന്നവരാണെങ്കിൽ അസുഖം കുറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? അസുഖം മാറിയതായി കേട്ടിട്ടുണ്ടോ? ഒരു അസുഖം വന്നാൽ അസുഖം മാറി എത്ര പേരുണ്ട്? അസുഖം കുറയും കൂടും അല്ലേ? അസുഖം മാറുന്നവരാരെങ്കിലും ഉണ്ട്? നിലവിലില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പഞ്ചാബിൽ അയാളുടെ മകന്റെ അഡ്മിഷൻ എടുക്കും. അയാൾ ഈ ഷുഗറിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ആളാണ്. 2 ദിവസത്തേക്കുള്ള ഷുഗറിന്റെ മെഡിസിനുമായിട്ട് ഇയാൾ പോയി. ഷുഗറിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാരെ അറിയാം, നമുക്കറിയാം. അതെവിടെ വയ്ക്കണം? നാശമായി പോകാതിരിക്കാൻ ഫ്രിഡ്ജിൽ വയ്ക്കണം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം
ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ള സംസ്ഥാനം കേരളം. അപ്പൊ ഈ ഇഞ്ചക്ഷൻ എടുക്കാനുള്ള മരുന്ന് ഈ ഫ്രീസറിൽ കൊണ്ടുവച്ച് ഞങ്ങളൊരു 4-5 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നപ്പോഴത്തേക്കും ഒരു 3 ദിവസം ആയപ്പോഴത്തേക്കും ആ മരുന്ന് തുരുന്നു. ജലന്ധർ, ഫഗ്വാര, ചണ്ഡീഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം യാത്ര ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഈ മരുന്ന് വാങ്ങി. നിർഭാഗ്യവശാൽ ആ സ്ഥലത്തൊന്നും തന്നെ എന്തില്ല, ഈ ഷുഗറിന് കുത്തിവെക്കാനുള്ള മരുന്ന്. എന്താ കാര്യം? പഞ്ചാബില് ഏറ്റവും കൂടുതൽ ഷുഗറുള്ള പഞ്ചസാര കഴിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് എന്തില്ല, ഷുഗർ ഇല്ല. നമ്മൾ ആക്കേണ്ടതുണ്ട്, നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് എന്ത്, നമ്മുടെ മരുന്ന്. പച്ചക്കറി കഴിക്കാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യും, പഴം കഴിക്കാൻ പ്രൊമോട്ട് ചെയ്യും. പക്ഷെ നല്ലത് കിട്ടാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും അത് കിട്ടാനുള്ള ലഭ്യത കുറവാണ് ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പച്ചക്കറി കൃഷിയൊന്ന് മാറ്റിപ്പിടിച്ച് ഇവിടെ എളുപ്പമായ സാഹചര്യത്തിലേക്ക് വരണം എന്നാലോചിക്കാൻ ഒരു പ്രധാന കാരണം അതാണ്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പഴം പച്ചക്കറികൾ ഉണ്ടാകും, പഴവും പച്ചക്കറിയും ഉണ്ടാകും. നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഓണമായാൽ അല്ലേ, ഓണമായാൽ സദ്യക്ക് ക്യൂ ആണ്. വീട്ടിലുണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത്. ഇനി സദ്യ ഉണ്ടാക്കിയാലോ ഇല വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ക്യൂ. ഇലയില്ല നമ്മുടെ വീട്ടിൽ, എന്തേ ഉള്ളൂ, പാത്രമേല. പക്ഷെ നമ്മൾ മലയാളികളാണ്, നമുക്ക് എങ്ങനെ കഴിക്കണം, ഇലയിട്ട് കഴിക്കണം. നമ്മൾ ഒന്നിനും കുറയ്ക്കില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് സദ്യ വാങ്ങിക്കാൻ പോവും, ഇനി അതല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കി വെച്ചാൽ ഇല വാങ്ങിക്കാൻ പോകും. ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം, നമുക്ക് എന്തുകൊണ്ട് വാഴയ്ക്ക് കൊല വെട്ടാൻ വേണ്ടി നമ്മൾ വാഴ വയ്ക്കേണ്ടത്? നമ്മൾ 5 സെന്റേ ഉള്ളൂ, വീട്ടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇല വെട്ടാൻ ഒരു വാഴ വെച്ചത്, കൊല വെട്ടണ്ട.